രാജ്യത്തെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനിയായ ഇൻഡിഗോയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? സോഷ്യൽ മീഡിയ തുറന്നാൽ എയർപോർട്ടിലെ ദൃശ്യങ്ങളാണ് കാണാനാവുക. ഗ്രൗണ്ട് സ്റ്റാഫിനോട് തട്ടിക്കയറുന്ന യാത്രക്കാർ, ഡൽഹി, മുംബൈ, ബംഗളൂരു തുടങ്ങിയ പ്രധാന വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് പേർ, യാത്ര മുടങ്ങി സ്വന്തം വിവാഹം ഓൺലൈനായി കൂടേണ്ടി വന്ന IT ദമ്പതികളുടെ സ്റ്റോറി വരെ സോഷ്യൽ മീഡിയയിൽ കാണാം. ഇന്നും നൂറുകണക്കിന് സർവീസുകൾ മുടങ്ങുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഇന്നത്തോടെ സർവീസുകൾ സാധാരണ നിലയിലാക്കി തുടങ്ങുമെന്നായിരുന്നു വ്യോമയാന മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇന്നലെ 1000-ലധികം വിമാനങ്ങളാണ് റദ്ദാക്കിയിരുന്നത്. എന്താണ് ഈ പ്രതിസന്ധിക്ക് പിന്നിൽ? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇന്ത്യയിലെ ആഭ്യന്തര വിമാനയാത്രാ വിപണിയുടെ 60% ഇൻഡിഗോയുടെ കയ്യിലാണ്. നിലവിലെ പ്രതിസന്ധി നവംബർ അവസാനം മുതലാണ് തുടങ്ങിയത്. ഡിസംബർ 5-ാം തീയതി വരെ 1000-ലധികം സർവീസുകൾ റദ്ദ് ചെയ്യപ്പെട്ടു. രാജ്യവ്യാപകമായി 500-ലധികം ഫ്ലൈറ്റുകൾ വൈകുകയോ റദ്ദാക്കപ്പെടുകയോ ചെയ്തിരുന്നു. സർവീസുകൾ പൂർവ്വസ്ഥിതിയിലാവാൻ ഈ മാസം 15 വരെ സമയമെടുത്തേക്കുമെന്നാണ് ഇൻഡിഗോ CEO പീറ്റർ എൽബേഴ്സ് അറിയിക്കുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഏവിയേഷൻ അവതരിപ്പിച്ച പുതിയ ക്രൂ റെസ്റ്റ് നിയമങ്ങളാണ് ഇൻഡിഗോ പ്രതിസന്ധിയുടെ പ്രധാന കാരണമായി കമ്പനി ചൂണ്ടിക്കാട്ടുന്നത്. പൈലറ്റുമാരുടെ റോസ്റ്റർ ക്രമീകരണവും ഡ്യൂട്ടിക്ക് ശേഷമുള്ള വിശ്രമ മാനദണ്ഡങ്ങളിലും ഉണ്ടായ മാറ്റം പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയെന്നും കമ്പനി അവകാശപ്പെടുന്നു. നവംബർ 1 മുതലാണ് പൈലറ്റുമാരുടെയും ക്യാബിൻ ക്രൂവിന്റെയും വിശ്രമം, ഡ്യൂട്ടി സംബന്ധിയായ മാനദണ്ഡങ്ങൾ എന്നിവ ഇൻഡിഗോ കർശനമാക്കുന്നത്. പൈലറ്റുമാരുടെ വർദ്ധിച്ചു വരുന്ന ക്ഷീണവും ജോലി സമ്മർദ്ദത്തെയും തുടർന്നുണ്ടായ ആശങ്കകൾക്ക് പിന്നാലെ ഡൽഹി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു DGCAയുടെ നടപടി. പുതിയ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ 2 ഘട്ടമായി നടപ്പാക്കാനായിരുന്നു തീരുമാനം. പ്രതിവാര വിശ്രമ സമയം 36 മണിക്കൂറിൽ നിന്ന് 48 മണിക്കൂറായി ഉയർത്തുന്നതിനെതിരെ വിമാന കമ്പനികൾ തന്നെ രംഗത്ത് വന്നിരുന്നു. രാത്രി ഡ്യൂട്ടിയിലുള്ള പൈലറ്റുമാരെ ബാക്കിയുള്ള സമയം ഡ്യൂട്ടിക്ക് ഉപയോഗിക്കുന്നതിനടക്കം നിയന്ത്രണം ഏർപ്പെടുത്തുന്നതുമായിരുന്നു പുതിയ മാനദണ്ഡങ്ങൾ. ഇതുപ്രകാരം പൈലറ്റുമാരുടെ വാരാന്ത്യ വിശ്രമ മാനദണ്ഡങ്ങൾ പുതുക്കി. എന്നാൽ ഇൻഡിഗോയ്ക്ക് ഇതുപ്രകാരം പൈലറ്റ് ഷെഡ്യൂളിംഗ് പുനഃക്രമീകരിക്കാൻ കഴിഞ്ഞില്ല. തൽഫലമായി പൈലറ്റുമാരുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നു. DGCAയ്ക്ക് ഇൻഡിഗോ സമർപ്പിച്ച റിപ്പോർട്ടിലും മിസ്മാനേജ്മെന്റും പ്ലാനിംഗ് ഗ്യാപ്പുകളുമാണ് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടിയിരുന്നത്. പുതിയ നയം നടപ്പിലാക്കിയതോടെ ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവാണുണ്ടായത്. അവധി റദ്ദാക്കി ഡ്യൂട്ടിക്ക് കയറാൻ പൈലറ്റുമാരോടക്കം ആവശ്യപ്പെടേണ്ട അവസ്ഥയുണ്ടായി. ശമ്പള വർധനവിന്റെ പേരിലും ഭിന്നതകൾ നിലനിന്നിരുന്നു. ഇൻഡിഗോയ്ക്ക് 7000 കോടി ലാഭമുണ്ടായിട്ടും ശമ്പളം കൂട്ടി നൽകാത്തതിനെതിരെ അസംതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു ജീവനക്കാർ. തുടർന്ന് പൈലറ്റുമാരുടെ ഡ്യൂട്ടി ചട്ടത്തിൽ DGCA ഇളവ് വരുത്തി. പൈലറ്റുമാരുടെ അവധിയെ നിർബന്ധിത പ്രതിവാര വിശ്രമമായി കാണരുതെന്ന വ്യവസ്ഥയാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. ഇൻഡിഗോയ്ക്ക് 10 ദിവസത്തേക്ക് DGCA 12 ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഇൻസ്പെക്ടർമാരെയും വിട്ടു നൽകും. പ്രതിസന്ധിയെക്കുറിച്ച് അന്വേഷിക്കാൻ വ്യോമയാന മന്ത്രാലയം നിയോഗിച്ച സമിതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രശ്നം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പരിഹരിക്കാമെന്നാണ് ഇൻഡിഗോ അധികൃതരുടെ വാഗ്ദാനം. അതേസമയം ഇൻഡിഗോ വിമാന സർവീസുകളുടെ പ്രതിസന്ധി രൂക്ഷമായതിനു പിന്നാലെ യാത്രക്കാരെ ചൂഷണം ചെയ്ത് വിമാന കമ്പനികൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഡിസംബർ 6-ന് എയർ ഇന്ത്യയുടെ ഡൽഹി തിരുവനന്തപുരം ടിക്കറ്റ് നിരക്ക് 30,000 രൂപ മുതൽ 60,000 രൂപ വരെ എത്തി നിൽക്കുന്നു. മുംബൈ തിരുവനന്തപുരം ടിക്കറ്റിന് 20,000 മുതൽ 50,000 വരെയാണ് നിരക്ക്. മറ്റ് എയർലൈൻസുകളിൽ അവസാന നിമിഷം ടിക്കറ്റുകൾക്കായി പ്രയാസപ്പെടുകയാണ് യാത്രക്കാർ. വിമാനയാത്രാ ചെലവ് 3 ഇരട്ടി വരെയായി ഉയർന്നിരിക്കുന്നു. ഏറ്റവും തിരക്കേറിയ റൂട്ടുകളിൽ ഒന്നായ ഡൽഹിക്കും മുംബൈക്കും ഇടയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രാ ടിക്കറ്റുകൾക്കും ഇപ്പോൾ ഇക്കണോമി ക്ലാസ്സിൽ ഏകദേശം 60,000 രൂപയാണ് ചെലവ് വരുന്നത്. ഡൽഹി കൊൽക്കത്ത റൂട്ടിൽ വെള്ളിയാഴ്ച ലഭ്യമായ ഒരു വിമാനത്തിന് ഏകദേശം 32,000 രൂപയായിരുന്നു നിരക്ക്. ശനിയാഴ്ചത്തെ ഒരു റൗണ്ട് ട്രിപ്പിന് ഇത് 85,000 രൂപയായി ഉയരുമെന്നാണ് സൂചന. അതായത് യൂറോപ്പിലേക്കുള്ള യാത്രയേക്കാൾ ഇരട്ടി ചെലവ്. ഇതിനിടെ പ്രതിസന്ധിക്ക് തടയിടാൻ ഇന്ത്യൻ റെയിൽവേ രംഗത്തെത്തിയിട്ടുണ്ട്. ട്രെയിനുകളിൽ കൂടുതൽ കോച്ചുകൾ അനുവദിച്ച് റെയിൽവേ ഉത്തരവിറക്കി. 37 ട്രെയിനുകളിൽ 116 അധിക കോച്ചുകളാണ് അനുവദിച്ചിരിക്കുന്നത്.